ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ഡ്രീം വോക്സ്. ഞാൻ ജസ് പോൾ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളിവിടെ ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ടിരിക്കണം കേട്ടോ. ഒരുപാട് നാളായി ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് വന്നിട്ട് എന്ന് എനിക്കറിയാം. ഇന്നിച്ചിരി ഹെക്ടിക് ആയിട്ടുള്ള ഒരു സ്കെഡ്യൂളാണ് കേട്ടോ നമുക്കുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് റെക്കോർഡ് ചെയ്താലോ എന്ന്. അപ്പം ഇൻ ദിസ് വീഡിയോ ഐ എം ഗോണ ഷെയർ എ ഡേ ഇൻ മൈ ലൈഫ് ആസ് എ നഴ്സ്. അപ്പം ഇന്നലെ എനിക്കൊരു ലോങ് ഡേ ഉണ്ടായിരുന്നു, അതായത് ഒരു 12 hour ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. ഇന്ന് ഞാനൊരു ഹാഫ് ഡേ ചെയ്യുന്നുണ്ട്, അതായത് ഒരു ലേറ്റ് ഷിഫ്റ്റ്. 2 മണി മുതൽ 8 മണി വരെയാണ് ആ ഷിഫ്റ്റ് വരുന്നത്. എൻ്റെ റെഗുലർ ഷിഫ്റ്റാണ്, ഞാനിങ്ങനെ എക്സ്ട്രാ ചെയ്യുന്നതൊന്നുമല്ല, റെഗുലറായിട്ട് വന്നിട്ടുള്ളൊരു ഷിഫ്റ്റാണ് കേട്ടോ. അപ്പം ഇന്ന് അതുപോലെ തന്നെ ഏടപ്പന് രാവിലെ തന്നെ നഴ്സറി ഉണ്ട്. 9 മണിക്കാണ് പുള്ളിയുടെ നഴ്സറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ എഴുന്നേക്കാതെ വയ്യ. രാവിലെ ചായ കുടിക്കുന്നൊരു ശീലമുണ്ട്. ആക്ച്വലി ടീ കോഫി ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ രാവിലത്തെ ചായ മാത്രം മാറ്റി വയ്ക്കാൻ പറ്റുന്നില്ല. പക്ഷെ അതും ഞങ്ങളിങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യമൊക്കെ ഒരു കപ്പായിരുന്നു കുടിച്ചായിരുന്നത്, ഇപ്പം അത് ഹാഫ് കപ്പായി. അങ്ങനെ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇത് ഏടപ്പൻ എഴുന്നേറ്റ് വന്നു. ഏടൻ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ആദ്യം ഏടൻ കണ്ട സ്വപ്നങ്ങൾ എന്തൊക്കെയാണെന്ന് എൻ്റെ അടുത്ത് പറയൂ കേട്ടോ. അപ്പം നമ്മൾ ആ കാര്യങ്ങളാണ് അവിടെ ഡിസ്കസ് ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെ ഏടപ്പന് സെപ്റ്റംബറിൽ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒരു സ്റ്റേ ആൻഡ് പ്ലേ സെഷൻ ഉണ്ട് ഇന്ന്. അങ്ങനെ ഒരു എന്ന് വെച്ചാൽ കുട്ടികളുടെയും പുതിയ സ്കൂളും പുതിയ ടീച്ചേഴ്സിൻ്റെയൊക്കെ ഒന്ന് ഫാമിലിയർ ആവാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേ ആൻഡ് പ്ലേ സെഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും കൂടെ ഏടൻ പറഞ്ഞു കൊടുക്കുകയാണ്. പുതിയ സ്കൂളിൽ പോകാനായിട്ട് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പഴയ നഴ്സറി മതി, പഴയ ടീച്ചേഴ്സ് മതി, പഴയ ഫ്രണ്ട്സ് മതി എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറയണത്. അതിപ്പോൾ നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ, എവിടെയെങ്കിലും ഒന്ന് പെട്ട് പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ കിടക്കും. അതുപോലെ തന്നെയാണ് അവൻ. അവിടെ ഭയങ്കര ഹാപ്പിയാണ്, അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. ഇനിയിപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് കോപ്പി ചെയ്യുമെന്നുള്ളൊരു പേടി എനിക്കുണ്ട് കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഏടൻ്റെ നഴ്സറിയിൽ നിന്ന് കിട്ടും. പക്ഷേ എന്നാലും നമ്മൾ എന്തെങ്കിലും കഴിപ്പിച്ചിട്ടാണ് വിടാറുള്ളത് സാധാരണ. കാരണം ഇവിടെ ചെല്ലുമ്പോഴത്തേനും ടോയ്സും കളിക്കേണ്ട ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു കഴിയുമ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യമൊക്കെ പുള്ളിക്കാർ ചിലപ്പോൾ മറന്നു പോകും. പിന്നെ കളിയിൽ അങ്ങോട്ട് പെട്ടുപോയി കഴിഞ്ഞാൽ അതും പ്രശ്നമല്ലേ. അപ്പം അത് കാരണം കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടാണ് കേട്ടോ വിടണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ഒരു സമയം ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്ന ഒരു ടൈമാണ് കേട്ടോ. ആൾ നല്ല കുറുമ്പനാണെന്നുണ്ടെങ്കിലും ഈ സമയത്ത് ഭയങ്കര വിഷമത്തോടു കൂടെ പുള്ളി എന്നെ ഒരു നോട്ടം നോക്കും. നമ്മുടെ കണ്ണീന്ന് മറയണ വരെ പുള്ളി ഇങ്ങനെ രാജ തന്നുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിട്ട്. അപ്പോൾ ഞാൻ ഈ ചാൻ്റെ അടുത്ത് ചോദിക്കുക എന്നെ എന്നിട്ട് പറയണമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് ഐ മിസ് അമ്മ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയും. ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചമ്മന്തിയായിരുന്നു കേട്ടോ. ഏടപ്പൻ സാധാരണ നഴ്സറിയിൽ ആഴ്ചയിൽ 3 ദിവസമാണ് നഴ്സറി പോകുന്നത്. ഈ നഴ്സറി പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു പരിപാടി സിനിമ കാണാന്നുള്ളതാണ്. ഏടനുള്ള സമയത്ത് നമ്മളെ സിനിമ കാണാനായിട്ട് സമ്മതിക്കില്ല. അപ്പം ദോശയും കഴിച്ചുകൊണ്ടിരുന്നിട്ട് നമ്മൾ സിനിമ കണ്ടു. പടക്കളം എന്ന് പറഞ്ഞ മൂവിയാണ് കേട്ടോ കണ്ടത്. കുറേ നാൾക്ക് ശേഷം ഒരു നല്ലൊരു മൂവി കണ്ടു. അത് കഴിഞ്ഞപ്പോഴത്തേനും ആകെ പിന്നെ ഹറിബറി എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ടൈമായി. ഞാൻ റെഡിയായി തുടങ്ങി. നമ്മൾ ചെയ്യുന്നത് ഒരു ഹാഫ് ഡേ ഷിഫ്റ്റ് ആണെന്നുണ്ടെങ്കിലും നമുക്കൊരു 1/2 hour ബ്രേക്ക് അതിൽ കിട്ടും കേട്ടോ. അപ്പോൾ ആ സമയത്ത് കഴിക്കാനായിട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സും ഒരു സാലഡൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഒരു മണി വരെയാണ് ഏടന് നഴ്സറി ഉള്ളത്. അപ്പോഴത്തേനും ഇച്ചാൻ പോയി ഏടനെ കൊണ്ടുവന്നു. അപ്പം ഞാൻ ഷിഫ്റ്റിന് പോവാണ്. എന്നെ കൊണ്ടുവന്നാക്കിയിട്ട് വേണം ഇനി ഏടനൊരു സ്റ്റേ ആൻഡ് പ്ലേ സെഷൻ ഉണ്ടെന്ന് പറഞ്ഞത്, അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഏടനും വരാമെന്ന് പറഞ്ഞു എന്നെ കൊണ്ടുവന്നാക്കാൻ വേണ്ടിയിട്ട്.
കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ മനസ്സിലായി റോഡൊക്കെ നല്ല ബിസിയാണ്, നല്ല ട്രാഫിക് ഉണ്ട്. എന്നെ കൊണ്ടുവന്നാക്കി തിരിച്ചു വരുമ്പോഴത്തേനും എയ്ഡൻ്റെ സ്റ്റേ ആൻഡ് പ്ലേ സെഷന് ലേറ്റ് ആവുന്നുള്ളത് മനസ്സിലാക്കിയപ്പം പകുതിക്ക് വെച്ച് ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങാൻ, ഞാൻ ബസ്സിന് പോകുന്നു. അപ്പം അങ്ങനെ ഒരു സ്റ്റോപ്പിൽ വെച്ച് ഞാൻ ഇറങ്ങിട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്റ്റോപ്പിൽ, നമ്മളിങ്ങനെ റോട്ടിൽ കൂടെ പോകുമ്പോൾ കാണുന്നുണ്ട് എന്നല്ലാതെ ഈ സ്റ്റോപ്പിൽ ഞാൻ ഇന്നേ വരെ പോയിട്ടില്ല. അപ്പം ഓക്കെ 5 മിനിറ്റിനുള്ളിൽ ബസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ദേ സിറ്റി ബസ്സായിരുന്നു, ഞാനതിൽ കയറി ടിക്കറ്റൊക്കെ എടുത്തു. ഇങ്ങനെ ട്രാഫിക് ഉള്ള സമയത്ത് അല്ലെങ്കിൽ റോഡൊക്കെ നല്ല ബിസിയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ബസ് പ്രിഫർ ചെയ്യുന്നതാണ് നല്ലത്. കാരണം ബസ്സിനാകുമ്പം ബസ് ലൈൻ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ കൂടെ കയറി ബസ് പോവും, അപ്പോൾ നമ്മൾ അത്ര ലേറ്റ് ആവില്ല. ഞാൻ ഒരുപാട് നാളായിട്ടോ ബസ്സിൽ കയറിയിട്ട്. എന്നെ സാധാരണ ഞാൻ കൊണ്ടുവന്നാക്കാറുണ്ട്, കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഞാൻ ബസ് യൂസ് ചെയ്യണ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. ഒരുപാട് നാളിന് ശേഷമാണ് ഞാനിന്നിപ്പോൾ ബസ്സിൽ കയറിയത്. അപ്പം നമുക്ക് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ സ്റ്റോപ്പിൽ നിന്ന് ബസ് എടുത്ത് കഴിയുമ്പോൾ ആ ടൈമിൽ നമ്മൾ ബെല്ലടിക്കണം. അങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ രീതി. അപ്പം എന്തെങ്കിലും ഞാൻ ഫൈനലി ഹോസ്പിറ്റലിലെത്തി. ഞാൻ എത്തിയിട്ടോ, ഡ്യൂട്ടിക്ക് കയറാൻ വേണ്ടിയിട്ട് വന്നു. 1:45 നേരത്തെ എത്തി, ബസ്സിന് പോകണാറുകൊണ്ട് നേരത്തെ എത്തി. ഇനിയൊരു 15 മിനിറ്റും കൂടി ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, വെറുതെ ഫോണിൽ റീൽസൊക്കെ കണ്ടിട്ടിരിക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു ഹാഫ് ഡേ ആയിട്ട് ചെയ്യാൻ വലിയ താല്പര്യമില്ല. ഇപ്പോൾ കാരണം നമ്മൾ മോർണിംഗ് വരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ടപ്പണിയായിരിക്കും, ഫുൾ പരിപാടി നമുക്കായിരിക്കും. അത് കഴിഞ്ഞ് പക്ഷേ ഈവനിങ് കൊടുക്കുന്ന ആൾക്ക് ചിലപ്പം വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനുണ്ടാവില്ല, ചിലപ്പോൾ അതുപോലെ തന്നെ തിരക്ക് കിട്ടും. ഈവനിങ് ആകുമ്പോഴും അങ്ങനെ തന്നെയാണ്, നമുക്കൊരു പകുതിക്ക് വെച്ച് തുടങ്ങുന്ന ഒരു ഫീലായിരിക്കും. പക്ഷേ കുഴപ്പമില്ല, 6 മണിക്കൂറല്ലേ ഉള്ളൂ. ഇപ്പം നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ പുറത്ത്. ഇത്രയും നേരം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് സമയമാകുമ്പം ഡ്യൂട്ടി കയറണം. നമുക്ക് ചില പേഷ്യൻസൊക്കെ ഡിസ്ചാർജ് ആയി പോകുമ്പം ചോക്ലേറ്റ്സ് ഒക്കെ മേടിച്ചിട്ട് തരും കേട്ടോ. എനിക്ക് ഈ ഹാരിബോ ഭയങ്കര ഇഷ്ടമാണ്. ഇത് നല്ല ടേസ്റ്റിയാണ്, നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞപ്പം ഷിഫ്റ്റ് തുടങ്ങി. മോർണിംഗിൽ ഉണ്ടായിരുന്ന സ്റ്റാഫ് മെഡിക്കേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ രണ്ടാമതൊന്ന് ചെക്ക് ചെയ്യണം എന്തെങ്കിലും കൊടുക്കാനുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട്. അത്യാവശ്യത്തിന് കുഴപ്പമില്ലാത്ത നല്ല ബിസി ആയിട്ടുള്ളൊരു ഷിഫ്റ്റായിരുന്നു. ഹലോ, അപ്പോൾ ഞാൻ ബ്രേക്കിന് ഇറങ്ങിയേക്കാണ്. 6 മണിക്കൂർ ഷിഫ്റ്റാണല്ലോ ചെയ്യണം, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു അരമണിക്കൂർ ബ്രേക്ക് നമുക്കുണ്ട് കേട്ടോ. 4 മണിക്കായിരുന്നു ബ്രേക്ക്, പക്ഷെ 4 മണിക്ക് ഇറങ്ങാൻ പറ്റിയില്ല, ബിസിയായി പോയി. അപ്പം 5 മണിക്കാണ് ഞാനിപ്പോൾ ബ്രേക്ക് ഇറങ്ങിയേക്കണേ. അരമണിക്കൂർ ബ്രേക്ക് ഉണ്ട്. നമുക്ക് എന്താ കഴിക്കണമെന്ന് വെച്ചാൽ കഴിക്കാം, ചായ കുടിക്കണമെങ്കിൽ ചായ കുടിക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ചായ എടുത്തിട്ടുണ്ട് കുടിക്കാൻ വേണ്ടിയിട്ട്. അതിങ്ങനെ ഇരിക്കുക, കാരണം എല്ലാവരും ബ്രേക്ക് കഴിഞ്ഞ് പോയി, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനായിരുന്നു ബിസി ആയിട്ടുണ്ടായിരുന്നത്, അപ്പോൾ എനിക്ക് ആ സമയത്ത് ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും ബ്രേക്ക് കഴിഞ്ഞ് പോയി, ഇപ്പോഴാണ് ഞാൻ ബ്രേക്കിന് വന്നത്. പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സാലഡ് എടുത്തിട്ടുണ്ടായിരുന്നു, അത് കഴിച്ച് കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ. പിന്നെ ഒരു പഴം കൂടെ കഴിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ ആ സമയമാകുമ്പോഴത്തേന് 8 മണിക്കാകുമ്പോഴത്തേന് എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കും. വിശന്ന് കഴിഞ്ഞ് നമ്മുടെ ഒരു എനർജി ലെവൽ താഴെ പോയി കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണ്, എനിക്ക് മൈഗ്രെയിൻ വരും. പിന്നെ ഇന്നപ്പോൾ ഈടപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേ ആൻഡ് പ്ലേ സെഷൻ ഉണ്ടായിരുന്നു എൻ്റെ പുതിയ സ്കൂളിൽ. അപ്പം സ്കൂൾ തുടങ്ങുകയാണ് സെപ്റ്റംബർ മുതൽ. അപ്പോൾ അതിന് മുമ്പ് പുതിയ സ്കൂളും പുതിയ ടീച്ചേഴ്സിനെയും പുതിയ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട് അവർ തന്നെ വെക്കുന്ന ഒരു സെഷനാണ് കേട്ടോ. അപ്പോൾ ഈടപ്പൻ ഇന്നായിരുന്നു അത്, ഒരു 1 hour സെഷനായിരുന്നു. അപ്പോൾ എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം നമ്മൾ പുതിയ സ്കൂളിനെ കുറിച്ചൊക്കെ പറയുമ്പം ആളെൻ്റെ അടുത്ത് പറയാം പുതിയ സ്കൂൾ വേണ്ട, അവന് നഴ്സറി തന്നെ മതി, പഴയ ടീച്ചേഴ്സ് മതി, എൻ്റെ ഫ്രണ്ട്സ് മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു വെക്കാറ്. കാരണം ഇപ്പോൾ ഒരു 2 വർഷത്തോളമായിട്ട് അവിടെ തന്നെയാണ്. അപ്പം അവിടെ ഒരുപാട് അറ്റാച്ച്ഡ് ആയി പോയി പുള്ളി. അപ്പം പുതിയ സ്കൂളിലോട്ട് മാറുമ്പം കുഞ്ഞത് കോപ്പി ചെയ്യുമെന്നുള്ളത് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഫോൺ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് അതാ പറഞ്ഞത്, എനിക്ക് ന്യൂ ഫ്രണ്ട്സിനെ കിട്ടി, ന്യൂ സ്കൂളിൽ പോയി, ന്യൂ ടോയ്സിൻ്റെ കാര്യം ആദ്യം പറഞ്ഞത്, പിന്നെ ന്യൂ ടീച്ചേഴ്സിൻ്റെ ഇഷ്ടമായി, ഇനിയും പോകണം എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം അതൊക്കെ ആയി, ആ ഒരു കാര്യത്തിലൊക്കെ ആയി. ഞാൻ ബ്രേക്ക് കഴിഞ്ഞ് വന്നപ്പോഴത്തേനും പേഷ്യൻസിന് മെഡിക്കേഷൻസ് ഒക്കെ കൊടുക്കാനുള്ള സമയമായി. അപ്പം ആ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ പേപ്പർ വർക്ക്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തു. ചിലതൊക്കെ കൗണ്ടർ സൈൻ ചെയ്യാനുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവിധ പണികളും ഒരുവിധം കഴിഞ്ഞു. സേഫ്റ്റി ബ്രീഫിന് നഴ്സ് ഇൻചാർജ് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഹാൻഡ് വാഷിംഗ് ഒക്കെ ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് ഹാൻഡ് ഓവർ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഹാൻഡ് വാഷ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ പോവുള്ളൂ. ഹാൻഡ് ഓവറൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പം 8 മണി കഴിഞ്ഞായിരുന്നു കേട്ടോ. അപ്പം ഇച്ചാൻ മെസ്സേജ് ചെയ്തു, വരുന്നേ ഉള്ളൂ, ട്രാഫിക്കാണ്, അപ്പം പുറത്ത് നല്ല മഴയാണ്, അത് കാരണം കൊണ്ട് ഇച്ചാൻ പറഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പതുക്കെ ആടിപ്പാടി എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു.
പുറത്ത് ദേ നല്ല മഴയാണ്. കുടയുണ്ട് എന്നുണ്ടെങ്കിലും കുട എടുക്കില്ല കേട്ടോ. മഴ കൊണ്ട് നനഞ്ഞു വന്നു. നനഞ്ഞോടെ ബാഗിൽ വെക്കുന്ന ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ. അപ്പോഴത്തേനും ഇച്ചാനും വന്നിട്ടുണ്ടായിരുന്നു ഡ്രോപ്പ് ഓഫിൽ. എയ്ഡൻ ഉണ്ടായിരുന്നു അപ്പം ഞാൻ എയ്ഡൻ്റെ അടുത്ത് സ്കൂളിൽ പോയ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. പുള്ളിക്ക് ഇഷ്ടമായിട്ടോ, പുള്ളിക്ക് നല്ല ഇഷ്ടമായി സ്കൂള്. അപ്പം തന്നെ ദേ നല്ല മഴയാണ്. ചെല്ലണം, ഒന്ന് ഫ്രഷ് ആവണം, ഫുഡ് കഴിക്കണം, നല്ല സുഖമായിട്ട് കിടന്നുറങ്ങണം. മഴയുണ്ടെങ്കിൽ ഉറങ്ങാനും നല്ല സുഖമല്ലേ. അപ്പം ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കും.